Hello everyone, welcome back to our channel. Today vlog back to school first day vlog ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് കാലമായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ഒരു ദിവസമാണ് ഇന്നല്ലേ, അതെ, ബാക്ക് ടു സ്കൂൾ ഡേ. അപ്പോൾ ഞാൻ ഇന്നൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ വീഡിയോയിൽ നമ്മൾ ബാക്ക് ടു സ്കൂളിലെ ഒരുപാട് നമ്മളുടെ മോർണിംഗ് മുതലുള്ള കാര്യങ്ങളും കൂടാതെ തന്നെ ഒരു കുഞ്ഞു ഷോപ്പിങ്ങും എല്ലാം ഉണ്ട്. അപ്പോൾ ഗായ്സ് ലേറ്റ് ആക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗായ്സ് ഞാൻ ഒരു 6 മണിയായപ്പോൾ നീറ്റിട്ടുണ്ട്. മദ്രസയിലോട്ട് പോകാനുണ്ടല്ലോ, അപ്പോൾ ഒരു 6:45 മദ്രസയിലോട്ട് പോവാറ്. അപ്പോൾ ഞാൻ നീറ്റിട്ടൊന്ന് ഒന്ന് ജസ്റ്റ് ഫ്രഷ് ആയിട്ട് പുറത്ത് വന്ന് നോക്കിയപ്പോൾ നല്ലൊരു കാലാവസ്ഥയാണ്, മഴയൊന്നുമില്ല, നല്ലൊരു കാലാവസ്ഥയായിരുന്നു. പിന്നെ അത് നമ്മൾ മദ്രസ ബാഗ്, മഫ്ത, മക്കൻ, അതേപോലെ തന്നെ സ്കൂൾ ബാഗ്, യൂണിഫോം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. ശേഷം അത് ചായ കൊടുത്തിട്ടുണ്ട്, കട്ടൻ ചായയും ബിസ്ക്കറ്റും ഉണ്ടായിരുന്നു മാൽക്കിസ്റ്റിൻ്റെ, അത് നമ്മൾ കുടിച്ചു കേട്ടോ. അങ്ങനെ ഗൈസ് നമ്മൾ മദ്രസയിലോട്ട് പോയിട്ടുണ്ട്, അതിൻ്റെ ക്ലിപ്പൊന്നും ഇതിലില്ല കേട്ടോ. ശേഷം നമ്മൾ മദ്രസയിൽ നിന്ന് പോയി ഒരു 8:15 മദ്രസയിൽ തിരിച്ചു വന്നു. അപ്പോൾ ഞാൻ വന്ന പാടന്നെ യൂണിഫോം അയൺ ചെയ്ത് വെച്ചു കേട്ടോ. അതാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. മദ്രസയിലോട്ട് പോയപ്പോൾ ക്ലിപ്പില്ല, അതിൻ്റെ റീസൺ കൂടി ഉണ്ട്, അതിനെ പറയാം കേട്ടോ. അപ്പോൾ അത് നമ്മളുടെ യൂണിഫോം എല്ലാം അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് അതിന് മുന്നേ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചതാണ് ഈ കാണുന്നത്. മദ്രസയിലോട്ട് പോകുമ്പോൾ എടുക്കാത്തതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ചാൽ എൻ്റെ മുഖത്ത് കണ്ണിന് താഴെ നല്ലൊരു വീർപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്ത് പറ്റിയെന്ന് അറിയില്ല, രാവിലെ നീറ്റപ്പോൾ നല്ലൊരു വീർപ്പ്. അപ്പോൾ സ്കൂൾ ഓപ്പണിംഗ് ഡേ തന്നെ ഭയങ്കര ഒരു പ്രശ്നത്തിലായി പോയിട്ടോ. ഇപ്പോഴും ഒരു റോസ് കളർ ഉണ്ട് കണ്ടോ. ഞാനിതാ ചായ കുടിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ദോശയും ചട്നിയായിരുന്നു, അത് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എൻ്റെ കണ്ണിൻ്റെ അവിടുത്തെ വീർപ്പ് കേട്ടോ. കുറച്ച് സൂം ചെയ്ത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിലും വീർപ്പുണ്ടായിരുന്നു മദ്രസയിലോട്ട് പോയപ്പോൾ കേട്ടോ, നല്ല വീർത്തിട്ടുണ്ടായിരുന്നു, കണ്ടില്ലേ ഗൈസ്, ഇതുപോലത്തെ അവസ്ഥയായിരുന്നു. അപ്പോൾ അതായത് എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ പിന്നെ ഫസ്റ്റ് ഡേ സ്കൂളിൽ ലീവാകാൻ പാടില്ലല്ലോ. അപ്പോൾ ബാക്ക് ടു സ്കൂളിൻ്റെ ഫസ്റ്റ് ഡേ നമ്മൾ മദ്രസയിലോട്ട് പോകുമ്പോൾ ക്ലിപ്പൊന്നും എടുക്കാൻ പറ്റിയില്ല. റീസൺ ഇതാണ് കേട്ടോ. സമയത്ത് ഞാൻ കണ്ണിന് താഴെ ഇങ്ങനെ നല്ല വീർപ്പായതുകൊണ്ട് എന്താണെന്ന് അറിയാത്ത, കാരണം വെച്ചാൽ ഇന്നലെ രാത്രി ആയപ്പോൾ ചെറിയൊരു വീർപ്പുണ്ടായിരുന്നു, ഞാൻ വല്ല ഉറുമ്പ് കടിച്ചാൽ വിചാരിച്ചു. പക്ഷേ ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്കും നല്ല രീതിയിൽ അത് വീർത്തിട്ടുണ്ട് കേട്ടോ. മദ്രസയിൽ ചെന്നപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് അധികം നെട്ടിപ്പോയി കാണിച്ചാലും ഒരു കുഴപ്പമുണ്ടായി, എൻ്റെ കഴുത്ത് നല്ല രീതിയിൽ വീർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്കെന്ന് വെച്ചാൽ ഇങ്ങനെ ഇങ്ങനെ വീർത്തുകൊണ്ട് തന്നെ ഈ ഒരു കണ്ണ് നല്ല ചെറുതായിരുന്നു, മറ്റേ കണ്ണ് വലുതായിരുന്നു കേട്ടോ. ഇപ്പോൾ പിന്നെ മനസ്സ് വിട്ടു വന്നപ്പോൾ ഏകദേശം ഓക്കെ ആയി. എന്നാലും നമുക്ക് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എടുത്തത് കേട്ടോ. ആ സമയത്ത് വീഡിയോ എടുക്കാത്തതിൻ്റെ റീസണാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് കേട്ടോ. ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കണ്ണിന് താഴെ സോഫ്റ്റായിട്ടാണ് ടച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കുറച്ച് നിങ്ങൾക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ സോഫ്റ്റായിട്ട് തന്നെയാണ് ടച്ച് ചെയ്യുന്നത്. ശേഷം നമ്മൾ കുറച്ച് സോപ്പിൻ്റെ ഫേസ് വാഷ് ഉപയോഗിച്ച് ഫേസ് നന്നായിട്ട് എന്ത് ചെയ്തു, ഒന്ന് വാമപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല രീതിയിലൊന്ന് ഫ്രഷ് ആക്കി എടുത്തു. ഞാൻ നന്നായിട്ടൊന്ന് കഴുകി കൊടുത്തിട്ടുണ്ട് ഫേസൊക്കെ. അപ്പോൾ നമുക്കിത് നമ്മളുടെ ഏകദേശം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ചൂടുവെള്ളത്തെ ടവൽ മുക്കിയിട്ട് ഒന്ന് താഴെ വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ക്ലിപ്പ് ഇതിലില്ല കേട്ടോ. അതുകൊണ്ട് കുറച്ച് വീർപ്പ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ വലിയ കുഴപ്പമില്ല, എന്നാലും ഇങ്ങനെ എടുത്തറിയുന്നുണ്ടല്ലേ. അങ്ങനത്തെ നന്നായിട്ട് ഞാനൊരു ക്ലോത്ത്, നമ്മളുടെ തോർത്തില്ല, അത് ഉപയോഗിച്ച് നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്തു ഒന്ന് തുടച്ചു കൊടുത്തു കേട്ടോ. ഞാൻ വീഡിയോ കുറച്ച് സ്പീഡിലാണ് ഇട്ടിട്ടുള്ളത്, അതുകൊണ്ട് നിങ്ങൾ കുറച്ചിങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടാവും വരക്കുന്ന പോലെ അല്ല കേട്ടോ. ശരിക്കും ഞാൻ നോർമലായിട്ടാണ് ചെയ്യുന്നത്, അത് കുറച്ച് സ്പീഡാക്കി ഇട്ടുന്നുള്ളൂ കേട്ടോ. ശേഷം ഗൈസ് നമ്മളിത് ഫ്രഷായി വന്നിട്ട് നമ്മളിതാ നേരെ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫേസ് നന്നായി വാഷ് ചെയ്ത് കഴിഞ്ഞുകൊണ്ട് തന്നെ ഫസ്റ്റ് തന്നെ നമ്മൾ കുറച്ച് സൺസ്ക്രീം പുരട്ടി കൊടുത്തു. അതാണ് ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. സൺസ്ക്രീം എനിക്ക് ഡോക്ടർ പറഞ്ഞിട്ടുള്ള സൺസ്ക്രീമാണ്. ആ സൺസ്ക്രീം നമ്മൾ നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും സൺസ്ക്രീം തേക്കാതെ പോകരുത് വെച്ച് കാണിച്ചാൽ ഓൾറെഡി സ്കൂളിലൊക്കെ ഇപ്പോൾ മഴക്കാലം ആണെങ്കിൽ നമ്മൾ സൺസ്ക്രീം തേക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് പുരട്ടി കൊടുത്തിട്ടുണ്ട് സൺസ്ക്രീം ഫേസിൽ. ശേഷം ഗൈസ് ഞാൻ ലിപ് ബാം ഉപയോഗിച്ചിട്ട് നമ്മുടെ ലിബ് നന്നായിട്ടൊന്ന് മോയ്സ്ചറൈസ് ആക്കി കൊടുത്തു. ശേഷം എൻ്റെ അടുത്തുണ്ടായിരുന്ന ലിക്വിഡ് ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു, അത് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്നാക്കി കൊടുത്തു, ഓവറാക്കുന്നില്ല കേട്ടോ. അങ്ങനെ ജസ്റ്റ് ഒന്നാക്കി കൊടുത്തു. അതിനുശേഷം നമ്മൾ ഐലൈനർ എഴുതാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഐലൈനർ എഴുതുകയാണ്. ഇത് വാട്ടർ പ്രൂഫിൻ്റെ ഡാസ്ലറിൻ്റെ ഐലൈനറാണ്. അതൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 കണ്ണിൽ ഒരു കണ്ണ് എഴുതിയാൽ ചിലപ്പോൾ അതേപോലെ ആയിരിക്കണം എന്നില്ല രണ്ടാമത്തെ കണ്ണ്. അങ്ങനെ ഞാൻ കുറച്ച് ടൈം എടുത്തിട്ടാണ് ഐലൈനർ എഴുതിയിട്ടുള്ളത് കേട്ടോ. എനിക്ക് പ്രൊഫഷണലായിട്ട് എഴുതാറില്ലെങ്കിൽ
കുറച്ചെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ എഴുതാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതാ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും ഗൈസ് എൻ്റെ കണ്ണിൻ്റെ താഴെയുള്ള ഒരു വീർപ്പ് കുഴപ്പമില്ലാതെ ഇങ്ങനെ നിൽക്കുന്നു. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്തും എൻ്റെ കണ്ണിൻ്റെ താഴെ ആ ഒരു വീർപ്പ് അത്ര ഇല്ലെങ്കിലും ഒരു റോസ് കളർ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ 2 കണ്ണിന് താഴെ നോക്കുമ്പോൾ ഇത് കുറച്ചിങ്ങനെ എടുത്തറിയുന്നുമുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നിൽക്കുന്നത്. എന്താണെന്ന് അറിയില്ല ഗൈസ്. അപ്പോൾ ഞാൻ നിൽക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. പക്ഷെ തൊടുമ്പോൾ ചെറിയൊരു വേദന ഉണ്ട്. അത് പിന്നെ ഞാൻ അങ്ങനെ തൊടാൻ നിൽക്കാറില്ല കേട്ടോ. അതാണ്. അങ്ങനെ ഗൈസ് നമ്മളിതാ നമ്മളുടെ ഐലൈനർ എഴുതി ഏകദേശം കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒന്ന് കോളായപ്പോൾ ഞാൻ ഒന്ന് മായ്ച്ചു കൊടുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്ക് യൂണിഫോം ഇട്ടിട്ട് കാണാം. അപ്പോൾ ഗൈസ് ദിസ് മൈ ന്യൂ യൂണിഫോം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മൾ അടിച്ചിട്ടുള്ള ന്യൂ യൂണിഫോമാണ് കേട്ടോ. ഇപ്രാവശ്യം ഞാൻ തുണിയെടുത്ത് അടിച്ചതാണ്. നിങ്ങൾ മറ്റേ പ്രിപ്പറേഷൻ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ അതാ ഞാൻ അത് ഇട്ടു. അതിന് ശേഷം നമ്മൾ ഒരു മാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. റോസ് ഗോൾഡിൻ്റെ നമ്മളുടെ ആ ഒരു ലോക്കറ്റും സിൽവറിൻ്റെ ഒരു ചെയിനും ഉണ്ടായിരുന്നു. അത് രണ്ടും കൂടി ആക്കിയിട്ടാണ് ഞാൻ മാല ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ആദ്യം ഒന്ന് തല തിരിഞ്ഞിട്ടാണ് ഇട്ടത്, പിന്നെ നമ്മൾ ശരിയാക്കി ഇട്ട് കൊടുത്തു. ശേഷം ഗൈസ് നമ്മളിതാ ഇയറിങ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 3 സ്റ്റാർ വരുന്ന ഒരൊറ്റ ഇയറിങ്സ് നമ്മൾ ഇട്ട് കൊടുത്തു. ശേഷം നമ്മൾ ഹെയർ നന്നായിട്ടൊന്ന് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് വാരി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഒരു ന്യൂ സ്ക്രഞ്ചി ഉണ്ടായിരുന്നു, അത് ഉപയോഗിച്ചിട്ട് നമ്മൾ നന്നായിട്ട് കെട്ടിക്കൊടുത്തു. അപ്പോൾ ഗൈസ് ഇതാണ് ഫുൾ ലുക്ക് വരുന്നത്. ഞാൻ കോട്ടൊക്കെ ഇട്ട് മാറി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ മുടി കെട്ടി നമ്മളെ ഫുൾ ലുക്ക് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് പിക്സ് കണ്ടാലോ. അങ്ങനെ ഗൈസ് ഞാൻ കുറച്ച് പിക്സ് എടുത്തിട്ടുണ്ട്. അതാണ് ഗൈസ് ഇത് നമ്മൾ ബാഗൊക്കെ ഇട്ടിട്ട് കുറച്ച് പിക്കൊക്കെ എടുത്തു. ഇപ്പോൾ ഏകദേശം നമ്മുടെ കണ്ട താഴെ വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതെൻ്റെ ഫ്രണ്ടാണ് ഗൈസ്, നെസ്ലു. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചാണ് പോകാറ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് പിക്സൊക്കെ എടുത്തു, അത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിക്സ് ഇഷ്ടപ്പെട്ടാൽ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കല്ലേ. അങ്ങനെ ഗൈസ് നമ്മൾ സ്കൂൾ പോയി തിരിച്ചു വിട്ടു വന്നപ്പോഴത്തേക്കും ഇതിൻ്റെ ഡ്രസ്സിനൊക്കെ ഒന്ന് ചേഞ്ച് ഉണ്ടല്ലേ. അത് ഗൈസ് നമ്മളൊരു ഷോപ്പിങ്ങിന് വേണ്ടി പോവുകയാണ്. ഗൈസ് നമ്മൾ വേഗം റെഡി ആയിട്ട് എടപ്പാളിലോട്ട് പോന്നിരിക്കുകയാണ്. അങ്ങനെ വന്ന പാടെ നമ്മൾ ഫുഡ് കഴിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഷോപ്പിങ്ങിലോട്ട് കിടക്കുന്നത്. അപ്പോൾ ഈദ് സ്പെഷ്യൽ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങാണ്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ ഞങ്ങൾ അതൊക്കെ എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. ഇന്ന് ഉച്ചവരെ സ്കൂൾ ഉണ്ടായിട്ടുള്ളൂ, അതുകൊണ്ട് നമ്മൾ ഉച്ചയ്ക്ക് ശേഷം വേഗം വന്നതാണ് കേട്ടോ. ഫസ്റ്റിന് ഇക്കാക്കാക്കുള്ള ഡ്രസ്സാണ് നമ്മൾ നോക്കുന്നത്. ഞങ്ങളവിടെ ഒരു എടപ്പാൾ പാരീസ് ഉണ്ട്, അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ് ഞാൻ ഇതിൽ എൻ്റെ ഡ്രസ്സിൻ്റെ വീഡിയോസൊന്നും ഇതിൽ ആഡാക്കിയിട്ടില്ല, ഇക്കാക്കട മാത്രമേ ആഡാക്കിയിട്ടുള്ളൂ. നമ്മളിങ്ങനെ ഷോപ്പിങ്ങിൻ്റെ കാണിച്ചാൽ എൻ്റെ ഡ്രസ്സിൻ്റെ ഒക്കെ ഞാൻ വേറൊരു വ്ളോഗായിട്ട് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് നമ്മൾ എന്തൊക്കെ വാങ്ങി എന്നുള്ളത്. ഇതിലിപ്പോൾ നമ്മൾ ജസ്റ്റ് ഷോപ്പിംഗ് മാത്രമാണ് കാണിക്കുന്നത് കേട്ടോ. അവിടെ നല്ല കളക്ഷൻസ് ഉണ്ട് ഗൈസ്. പാൻറ്റും ജീൻസ് കണ്ടതുപോലത്തെ ടീഷർട്ടുകൾക്ക് നല്ല കളക്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് വീഡിയോ തന്നെ കാണാൻ ഞാൻ ഒരുപാട് ക്ലിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും അവിടെ ഇങ്ങനെ ഡ്രസ്സ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ ഓരോരുത്തർ പോയിട്ട് ഇങ്ങനെ ഞാൻ വെറുതെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ടീഷർട്ടൊക്കെ. അപ്പോൾ ഞാൻ എന്നെ തിന്നി സെൽഫായിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഇതാണ് ഗൈസ് കുറച്ച് ഫോട്ടോസ് കേട്ടോ. അങ്ങനെ ഗൈസ് ടീഷർട്ടിൻ്റെ ഭാഗത്തൊക്കെ ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ട് ഓരോന്നും. ഇവിടെ നല്ല പ്രൈസ് ഉണ്ട് കേട്ടോ. ഇതിന് തന്നെ 780 സംതിങ് റുപ്പീസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് വെറുതെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ഡിസൈൻ്റെ ഒക്കെ റേറ്റാണ് ഈ നോക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് കണ്ടില്ല ഗൈസ്, 700 രൂപയാണ്. അപ്പോൾ നല്ല റേറ്റും ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മൾ എന്തായാലും വെറുതെ നോക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്താണ് എൻ്റെ കാക്ക എടുത്തിട്ടുള്ളൊരു ടീഷർട്ട് കേട്ടോ. നോക്കുക ഗൈസ്, പേസ്റ്റ് കളേഴ്സിൽ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഡ്രസ്സ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അവിടുത്തെ കളേഴ്സൊക്കെ നോക്കുമ്പോൾ തന്നെ പർപ്പിൾ ഒരു ഗ്രീനൊക്കെ ഉണ്ട്, അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഇതാക്കണ്ടില്ല, ഈ ഒരു സെക്ഷൻ നല്ലൊരു ബ്യൂട്ടിഫുൾ ആണ് അല്ലേ. കാണുമ്പോൾ തന്നെ ഇങ്ങനെ എല്ലാം എടുക്കാൻ തോന്നും. നല്ല കളേഴ്സാണ് ആ ഭാഗത്തുള്ളത്. അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെയും കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ട്. അങ്ങനെ ഗൈസ് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. ഇക്കാക്കയുടെ ഷോപ്പിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ വീട്ടിലോട്ട് പോയിട്ടോ. കാരണം ഞങ്ങളുടെ എടുക്കാൻ നല്ല ടൈം എടുക്കും, അതുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങളുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് ഐറ്റംസ് ഓർഡർ ചെയ്തു. ഞാൻ ടെൻഡർ കോക്കനട്ടിൻ്റെ ഈ ഒരു 100 റുപ്പീസിൻ്റെ ഈ ഒരു ഇതാണ് ഓർഡർ ചെയ്തത്. താത്ത പിന്നെ എന്തോ ഒരു ഫ്രൂട്ട് സലാഡിൻ്റെ ഓർഡർ ചെയ്തു. ഇമ്മ പിന്നെ അവിൽ മിൽക്ക് അങ്ങനെ എന്തോ ആട്ടോ ഓർഡർ ചെയ്തത്. അങ്ങനെ ഗൈസ് ഞങ്ങളെല്ലാവരും ഓർഡർ ചെയ്ത ഐറ്റംസൊക്കെ വന്നു. അപ്പോൾ വീണ്ടും കുറച്ച് പിക്സ് കാണാം. അങ്ങനെ ഗൈസ് ഫുഡ് കഴിക്കലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബൈ.